കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. വളരെ അവിചാരിതമായിട്ടാണ് ഇങ്ങനെ ഒരു സമയം ലഭിച്ചത്. കർത്താവ് ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എഫേർട്ടിന് ദൈവം ധാരാളമായ പ്രതിഫലം തന്ന് മാനിക്കുമാറാകട്ടെ. പ്രിയ എബിൻ ബ്രദറിനെ, കുടുംബത്തെ ഒക്കെ ദൈവത്തിന് ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അവരോടൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഫെലോഷിപ്പ് ആയിരിക്കുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. എല്ലാ മഹത്വത്തിനും മാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായ കർത്താവിന് സകല നന്ദിയും ബഹുമാനവും അർപ്പിക്കുന്നു. ഇത്രത്തോളം ദൈവം നടത്തി, ദൈവം പരിപാലിച്ചു, കർത്താവ് കൊണ്ടുവന്നു. അവന്റെ വേലയിലായിരിക്കാൻ ദൈവം വിശ്വസ്തരെന്ന് കണ്ട് അടിയങ്ങളെയും വിളിച്ചു, വേർതിരിച്ചു. കർത്താവിന്റെ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അല്പസമയത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ ഞാൻ വായിക്കാം. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ഷേം, ഹാം, യാഫേത്ത് എന്ന 3 പുത്രന്മാരെ നോഹ ജനിപ്പിച്ചു. നമ്മൾ ചിന്തയ്ക്കായിട്ട് എൻ്റെ ഉള്ളിൽ കൂടി കടന്നുപോയ ഒരു വേദഭാഗമാണിത്. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനും ആയിരുന്നു. ഒരുപക്ഷെ എല്ലാവർക്കും കാണാതറിയാവുന്ന ഒരു വേദഭാഗമാണ് ഇത്. ഒരു വശത്ത് ഈ വേദഭാഗത്തിൽ നാം നോക്കിയാൽ ദൈവത്തിന്റെ ന്യായവിധിയാണ് നാം കാണുന്നത്. അപ്പോൾ തന്നെ ദൈവത്തിന്റെ സ്നേഹവും തൻ്റെ മക്കളോടുള്ള ദൈവത്തിന്റെ കരുണയും ദയയും ഈ ഭാഗത്ത് നാം കാണുന്നു. ഈ 6-ാം അധ്യായത്തില് നാം നോക്കിയാല് നോഹ ജീവിച്ച ആ സമയത്തിന്റെ അല്ലെങ്കിൽ ആ പശ്ചാത്തലത്തിന്റെ ഒരു വേൾഡ് പിക്ചറാണ് 6-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ട് ഉള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. 6-ന്റെ 5 നാം ഇപ്രകാരം വായിക്കുന്നു: ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് എന്നും കണ്ടു. മോറൽ കറപ്ഷനും വയലൻസും നിറഞ്ഞു നിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഈ വേദഭാഗങ്ങളിൽ നാം കാണുന്നത്. അത് മോറൽ കറപ്ഷനും വയലൻസും അതിന്റെ അത്യുച്ച കോടിയിൽ എത്തി നിൽക്കുന്ന ഒരു സമയത്താണ് നോഹ തന്റെ പ്രവൃത്തി ആരംഭിച്ചത്. പ്രധാനമായിട്ടും അതിന്റെ പശ്ചാത്തലം നാം നോക്കിയാല് കുറെ കാര്യങ്ങൾ 6-ന്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ കാണുന്നു. ഒന്നാമതായിട്ട് നാം കാണുന്നു, ഇറ്റ് വാസ് എ വേൾഡ് ഇൻ വിച്ച് മാരിയേജ് അബ്യൂസ്ഡ്. ദൈവത്തിന്റെ പ്ലാനിലും പർപ്പസിലും ഡിസൈനിലും പെട്ട ആ മാരിയേജ് അവിടെ അബ്യൂസ് ആക്കപ്പെടുന്നതായിട്ട് നാം കാണുന്നു. 6-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാമോ? 6-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ. ഓക്കെ. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെ സാക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ നാം അവിടെ കാണുന്നു. ദൈവത്തിന്റെ പുത്രന്മാരും മനുഷ്യരുടെ പുത്രിമാരും. അത് വായിക്കുമ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നാം, എന്താണ് ദൈവത്തിന്റെ പുത്രന്മാർ, എന്താണ് മനുഷ്യരുടെ പുത്രിമാർ? 6-ാം അധ്യായത്തിൽ നാം കാണുന്നു സേത്തിന്റെ ഡിസെൻഡൻസ് എന്ന് പറയുന്നതാണ് ദൈവത്തിന്റെ പുത്രന്മാർ. മനുഷ്യരുടെ പുത്രിമാർ എന്നവിടെ പിക്ചർ ചെയ്തിരിക്കുന്നത് കയ്യിന്റെ ഡിസെൻഡൻസ് ആണ്. അപ്പൊ അവര് തമ്മിലുള്ള അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അവരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ട് അങ്ങനെ അവർ മാരേജ് ചെയ്തു. യഹോവ അത് കണ്ട് അനുതപിച്ചു. അങ്ങനെയുള്ള ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു:
മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും മനുഷ്യന് തക്കതായ ഒരു തുണ കണ്ടുകിട്ടിയില്ല. അവിടെ നാം വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്, ഈ മൃഗങ്ങളെയും കന്നുകാലികളെയും എല്ലാം ദൈവം സൃഷ്ടിച്ചിട്ട് ആദമിന്റെ മുന്നിൽ കൊണ്ടു നിർത്തി. ആദമിന് അവരോട് അവർക്കെല്ലാം പേര് കൊടുക്കാൻ പറഞ്ഞു. എങ്കിലും അവയിൽ നിന്നൊന്നും മനുഷ്യന് ഒരു തക്ക തുണയെ ദൈവത്തിന് കണ്ടെടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഈ മാരേജ് അബ്യൂസ് ആക്കിയ, അപ്പോൾ ദൈവത്തിന്റെ ഡിസൈനിൽ നിന്ന് ഡിസ്റ്റോർട്ട് ചെയ്യപ്പെട്ട ഒരു തലമുറയെ നാം അവിടെ കാണുന്നു. അങ്ങനെയുള്ള ഒരു വയലൻസ് അവിടെ നടക്കുന്നു. രണ്ടാമതായിട്ട് നോഹ ജീവിച്ച ആ കാലമെന്ന് പറയുന്നത് മല്ലന്മാരുള്ള ഒരു കാലമായിരുന്നു. അത് 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, നെഫിലീംസ് എന്ന് പറയുന്ന മല്ലന്മാര് ഉള്ള ഒരു കാലമായിരുന്നു. അപ്പോൾ ഈ മല്ലന്മാരിൽ കൂടെ അവിടെ ധാരാളം വയലൻസും കറപ്ഷനും ഒക്കെ നടക്കുന്ന സമയമായിരുന്നു. അവരെല്ലാം ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് യാതൊരു സ്ഥാനവും കൊടുക്കാതെ ലോകത്തെ കൺട്രോൾ ചെയ്ത് ഇരുന്ന ഒരു സമയം. പിന്നീട് നാം കാണുന്നത് ആത്മീയ സ്വാധീനങ്ങൾക്ക് അവിടെ യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. സ്പിരിച്വൽ ഇൻഫ്ലുവൻസർ ആർ റിജക്റ്റഡ്. ആത്മീയമായ സ്വാധീനങ്ങൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പരിശുദ്ധമായ സ്വാധീനങ്ങളെ അവഗണിക്കുന്ന ഒരു സമൂഹമായിട്ട് നോഹയുടെ കാലത്തെ ആ സമൂഹത്തെ നാം കാണുന്നു. അപ്പോൾ തിരുത്തലുകൾക്കോ കറക്ഷനോ മുന്നറിയിപ്പുകൾക്കോ ഒന്നും വില കൊടുക്കാത്ത ഒരു സമൂഹം. അപ്പോൾ തന്നെ എല്ലാ ദുഷ്ടതയും യാതൊരു ലജ്ജയും കൂടാതെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമൂഹം. അപ്പോൾ ഈ സമൂഹത്തെ സൃഷ്ടാവായ ദൈവം നോക്കിയിട്ട് 5-ാം വാക്യത്തിൽ പറയുന്നു, അവരുടെ ഹൃദയ വിചാരങ്ങൾ, നിരൂപണങ്ങൾ ദോഷമുള്ളവ, അവരുടെ ചിന്തകൾ ദോഷമുള്ളവ. അപ്പോൾ എവിടെയും തിന്മകൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ആ സമൂഹത്തെ യഹോവ കണ്ടു. സങ്കീർത്തനം 139 നാം ഇപ്രകാരം കാണുന്നു, യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എന്റെ നിരൂപണങ്ങളൊക്കെയും നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ നിരൂപണങ്ങളെ, ചിന്തകളെ, വിചാരങ്ങളെ ഒക്കെ ദൂരത്ത് നിന്ന് നോക്കുന്ന, അല്ലെങ്കിൽ ഒരു തറോ ഒബ്സർവേഷൻ ഓഫ് ദി ക്രിയേറ്റർ, അത് അവിടെ കാണുവാൻ കഴിയുന്നു. ഈ ജനത്തിന്റെ മുൻപിൽ ദൈവം അവരെ നോക്കുമ്പോൾ അവരുടെ ഹൃദയ കാഠിന്യത, അവർക്ക് ഏത് ദോഷവും പ്രവർത്തിക്കുവാനുള്ള അവരുടെ വില്ലിങ്നെസ്, ഇതെല്ലാം ദൈവമായ കർത്താവ് കാണുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ പുത്രന്മാർ, ദൈവം നോക്കുമ്പോൾ ദൈവത്തിനായി വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവത്തിന്റെ പുത്രന്മാർ അവിടെ ഇതാ മലിനരായി തീർന്നിരിക്കുന്നു, കറപ്റ്റായി തീർന്നിരിക്കുന്നു. നാം വേദഭാഗത്തിലെ പഴയ നിയമത്തിൽ വായിക്കുന്നു, താങ്കൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളെ കാണുന്ന, നമ്മളെ അറിയുന്ന, നമ്മുടെ ഹൃദയ വിചാരങ്ങളെ, നമ്മളുടെ ചിന്തകളെ ഒക്കെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവം, നമ്മുടെ സൃഷ്ടാവാം ദൈവം നമ്മളോട് കൂടെ, നമ്മളെ എപ്പോഴും വിശകലനം ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇന്നത്തെ സമൂഹത്തിലും നമ്മുടെ ക്രിയേറ്റർ അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാവ് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ കാണുന്നത്? ദൈവസഭ, ദൈവമക്കൾ എന്ന് പറയുന്നവരൊക്കെ ലോകത്തോട് ചേർന്ന് അനുരൂപരായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സൃഷ്ടാവ് നമ്മെ നോക്കി വേദനിക്കുന്നു, നമ്മെ നോക്കി ദുഃഖിക്കുന്നു. അവിടെ കറപ്ഷൻ ഉണ്ടാകുന്നു. 2 തിമോത്തിയോസ് 3:1 വായിക്കുന്നു, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുകയും മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കറപ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന, ദൈവവചനത്തിനോ വിശുദ്ധിക്കോ സ്ഥാനമില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ഇന്ന് നാം ആയിരിക്കുന്നു. 12-ാം വാക്യത്തിൽ അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ നിലവിളിക്കുന്നത്, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. 12-ാം വാക്യത്തിൽ നമ്മൾ അത് തന്നെ വായിക്കുന്നു. അവിടെയും വീണ്ടും കാണുന്നു, ദൈവം ഭൂമിയെ നോക്കി, സൃഷ്ടാവാം ദൈവം
വളരെയധികം പ്രതീക്ഷയോടെ തൻ്റെ ജനത്തിൽ നിന്നും വളരെ പ്രതീക്ഷകളുള്ള ദൈവം വേദനിച്ചുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയതിനാൽ അനുതപിച്ചുകൊണ്ട് വേദനയോടെ ദൈവം ഭൂമിയെ നോക്കി. 12-ാം വാക്യം, 6:12. ഗോഡ് ഗേസസ് ഇൻ സൈലൻസ് ഓൺ ദി ഈവിൾ. അപ്പോൾ ദൈവം അവിടെ മൗനമായി ഇരിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. ദൈവം അപ്പോൾ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ എന്താണ് ദൈവത്തിന്റെ മൗനം എന്ന് പറയുന്നത്? പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലൊക്കെ 13-ാം സങ്കീർത്തനത്തിൽ കാണുന്നു, യഹോവേ, എത്രത്തോളം ഞാൻ നിന്നോട് നിലവിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും, സാഹസം നിമിത്തം എത്രത്തോളം ഞാൻ നിന്നോട് നിലവിളിക്കും. അപ്പോൾ അതിന്റെ ഒന്നും മറുപടി, പ്രത്യേകിച്ച് ദൈവത്തിന്റെ ആ നിശബ്ദത എന്ന് പറയുന്നത് മനുഷ്യരായ നമ്മൾക്ക് ഒരിക്കലും സഹിക്കുവാൻ കഴിയാത്ത ഒരു കാര്യമായിട്ടാണ് ബൈബിളിലുടനീളം കാണുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും കർത്താവ് മറുപടി തന്നില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഹൃദയത്തിൽ അസ്വസ്ഥരാകാറുണ്ട്. കർത്താവെ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് എന്താണ് മറുപടി തരാത്തത്? എന്നാൽ ബൈബിളിലുടനീളം നാം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ഒരു പ്രത്യേക സാഹചര്യത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സംഭവത്തിന്റെ മുന്നിൽ ദൈവം നിശബ്ദനായിരിക്കുന്നു എന്ന് നമുക്ക് തോന്നിയാലും ദൈവത്തിന്റെ നിശബ്ദത എന്ന് പറയുന്നത് അവന്റെ സംസാരത്തോളം പ്രാധാന്യമുള്ള ഒരു കാര്യമാണെന്ന് വേദപുസ്തകത്തിലുടനീളം നാം കാണുന്നു. ദൈവത്തിന്റെ നിശബ്ദതയ്ക്ക് ഒത്തിരി അർത്ഥമുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവം ഈ സാഹസങ്ങളൊന്നും കാണുന്നില്ല, ദൈവം ഈ വയലൻസ് ഒന്നും കാണുന്നില്ല. എന്നാൽ ഓർക്കുക, ദൈവത്തിന്റെ നിശബ്ദത എന്ന് പറയുന്നത് ദൈവം പ്രവർത്തിക്കാൻ ഒരുങ്ങുന്ന ഒരു ഇടവേള മാത്രമാണ്. അവിടെ നാം വായിക്കുന്നു, യഹോവയ്ക്ക് നോഹയ്ക്ക്, ഇവിടെ നമ്മുടെ വേദഭാഗത്തിൽ നാം വായിക്കുന്നു, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയുടെ വംശാവലി എന്തെന്നാൽ അവൻ നീതിമാനും തന്റെ സാക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ നാം അവിടെ കാണുന്നു. ദൈവത്തിന്റെ പുത്രന്മാരും മനുഷ്യരുടെ പുത്രിമാരും. അത് വായിക്കുമ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നാം, എന്താണ് ദൈവത്തിന്റെ പുത്രന്മാർ, എന്താണ് മനുഷ്യരുടെ പുത്രിമാർ? 6-ാം അധ്യായത്തിൽ നാം കാണുന്നു, സേത്തിന്റെ ഡിസെൻഡൻസ് എന്ന് പറയുന്നതാണ് ദൈവത്തിന്റെ പുത്രന്മാർ. മനുഷ്യരുടെ പുത്രിമാർ എന്നവിടെ പിക്ചർ ചെയ്തിരിക്കുന്നത് കയ്യിന്റെ ഡിസെൻഡൻസ് ആണ്. അപ്പൊ അവര് തമ്മിലുള്ള അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അവരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ട് അങ്ങനെ അവർ മാരേജ് ചെയ്തു. യഹോവ അത് കണ്ട് അനുതപിച്ചു. അങ്ങനെയുള്ള ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു, മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു, എങ്കിലും മനുഷ്യന് തക്കതായ ഒരു തുണ കണ്ടുകിട്ടിയില്ല. അവിടെ നാം വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്, ഈ മൃഗങ്ങളെയും കന്നുകാലികളെയും എല്ലാം ദൈവം സൃഷ്ടിച്ചിട്ട് ആദമിന്റെ മുന്നിൽ കൊണ്ടു നിർത്തി. ആദമിന് അവരോട് അവർക്കെല്ലാം പേര് കൊടുക്കാൻ പറഞ്ഞു. എങ്കിലും അവയിൽ നിന്നൊന്നും മനുഷ്യന് ഒരു തക്ക തുണയെ ദൈവത്തിന് കണ്ടെടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഈ മാരേജ് അബ്യൂസ് ആക്കിയ, അപ്പോൾ ദൈവത്തിന്റെ ഡിസൈനിൽ നിന്ന് ഡിസ്റ്റോർട്ട് ചെയ്യപ്പെട്ട ഒരു തലമുറയെ നാം അവിടെ കാണുന്നു. അങ്ങനെയുള്ള ഒരു വയലൻസ് അവിടെ നടക്കുന്നു. രണ്ടാമതായിട്ട് നോഹ ജീവിച്ച ആ കാലമെന്ന് പറയുന്നത് മല്ലന്മാരുള്ള ഒരു കാലമായിരുന്നു. അത് 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, നെഫിലീംസ് എന്ന് പറയുന്ന മല്ലന്മാര് ഉള്ള ഒരു കാലമായിരുന്നു. അപ്പോൾ ഈ മല്ലന്മാരിൽ കൂടെ അവിടെ ധാരാളം വയലൻസും കറപ്ഷനും ഒക്കെ നടക്കുന്ന സമയമായിരുന്നു. അവരെല്ലാം ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് യാതൊരു സ്ഥാനവും കൊടുക്കാതെ ലോകത്തെ കൺട്രോൾ ചെയ്ത് ഇരുന്ന ഒരു സമയം. പിന്നീട് നാം കാണുന്നത് ആത്മീയ സ്വാധീനങ്ങൾക്ക് അവിടെ യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. സ്പിരിച്വൽ ഇൻഫ്ലുവൻസർ ആർ റിജക്റ്റഡ്. ആത്മീയമായ സ്വാധീനങ്ങൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പരിശുദ്ധമായ സ്വാധീനങ്ങളെ അവഗണിക്കുന്ന ഒരു സമൂഹമായിട്ട് നോഹയുടെ കാലത്തെ ആ സമൂഹത്തെ നാം കാണുന്നു. അപ്പോൾ തിരുത്തലുകൾക്കോ കറക്ഷനോ മുന്നറിയിപ്പുകൾക്കോ ഒന്നും വില കൊടുക്കാത്ത ഒരു സമൂഹം. അപ്പോൾ തന്നെ എല്ലാ ദുഷ്ടതയും യാതൊരു ലജ്ജയും കൂടാതെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമൂഹം. അപ്പോൾ ഈ സമൂഹത്തെ സൃഷ്ടാവായ ദൈവം നോക്കിയിട്ട് 5-ാം വാക്യത്തിൽ പറയുന്നു, അവരുടെ ഹൃദയ വിചാരങ്ങൾ
നിരൂപണങ്ങൾ ദോഷമുള്ളവ, അവരുടെ ചിന്തകൾ ദോഷമുള്ളവ. അപ്പോൾ എവിടെയും തിന്മകൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ആ സമൂഹത്തെ യഹോവ കണ്ടു. സങ്കീർത്തനം 139 നാം ഇപ്രകാരം കാണുന്നു: യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എന്റെ നിരൂപണങ്ങളൊക്കെയും നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ നിരൂപണങ്ങളെ, ചിന്തകളെ, വിചാരങ്ങളെ ഒക്കെ ദൂരത്ത് നിന്ന് നോക്കുന്ന, അല്ലെങ്കിൽ ഒരു തറോ ഒബ്സർവേഷൻ ഓഫ് ദി ക്രിയേറ്റർ, അത് അവിടെ കാണുവാൻ കഴിയുന്നു. ഈ ജനത്തിന്റെ മുൻപിൽ ദൈവം അവരെ നോക്കുമ്പോൾ അവരുടെ ഹൃദയ കാഠിന്യത, അവർക്ക് ഏത് ദോഷവും പ്രവർത്തിക്കുവാനുള്ള അവരുടെ വില്ലിങ്നെസ്, ഇതെല്ലാം ദൈവമായ കർത്താവ് കാണുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ പുത്രന്മാർ, ദൈവം നോക്കുമ്പോൾ ദൈവത്തിനായി വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവത്തിന്റെ പുത്രന്മാർ അവിടെ ഇതാ മലിനരായി തീർന്നിരിക്കുന്നു, കറപ്റ്റായി തീർന്നിരിക്കുന്നു. നാം വേദഭാഗത്തിലെ പഴയ നിയമത്തിൽ വായിക്കുന്നു: താങ്കൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളെ കാണുന്ന, നമ്മളെ അറിയുന്ന, നമ്മുടെ ഹൃദയ വിചാരങ്ങളെ, നമ്മളുടെ ചിന്തകളെ ഒക്കെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവം, നമ്മുടെ സൃഷ്ടാവാം ദൈവം നമ്മളോട് കൂടെ, നമ്മളെ എപ്പോഴും വിശകലനം ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇന്നത്തെ സമൂഹത്തിലും നമ്മുടെ ക്രിയേറ്റർ അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാവ് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ കാണുന്നത്? ദൈവസഭ, ദൈവമക്കൾ എന്ന് പറയുന്നവരൊക്കെ ലോകത്തോട് ചേർന്ന് അനുരൂപരായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സൃഷ്ടാവ് നമ്മെ നോക്കി വേദനിക്കുന്നു, നമ്മെ നോക്കി ദുഃഖിക്കുന്നു, അവിടെ കറപ്ഷൻ ഉണ്ടാകുന്നു. 2 തിമോത്തിയോസ് 3:1 വായിക്കുന്നു: അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുകയും മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കറപ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന, ദൈവവചനത്തിനോ വിശുദ്ധിക്കോ സ്ഥാനമില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ഇന്ന് നാം ആയിരിക്കുന്നു. 12-ാം വാക്യത്തിൽ അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ നിലവിളിക്കുന്നത്: യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. 12-ാം വാക്യത്തിൽ നമ്മൾ അത് തന്നെ വായിക്കുന്നു. അവിടെയും വീണ്ടും കാണുന്നു, ദൈവം ഭൂമിയെ നോക്കി, സൃഷ്ടാവാം ദൈവം വളരെയധികം പ്രതീക്ഷയോടെ തന്റെ ജനത്തിൽ നിന്നും വളരെ പ്രതീക്ഷകളുള്ള ദൈവം വേദനിച്ചുകൊണ്ട്, മനുഷ്യനെ ഉണ്ടാക്കിയതിനാൽ അനുതപിച്ചുകൊണ്ട് വേദനയോടെ ദൈവം ഭൂമിയെ നോക്കി. 12-ാം വാക്യം 6:12, ഗോഡ് ഗേസസ് ഇൻ സൈലൻസ് ഓൺ ദി ഈവിൾ. അപ്പോൾ ദൈവം അവിടെ മൗനമായി ഇരിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. ദൈവം അപ്പോൾ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ എന്താണ് ദൈവത്തിന്റെ മൗനം എന്ന് പറയുന്നത്? പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലൊക്കെ 13-ാം സങ്കീർത്തനത്തിൽ കാണുന്നു: യഹോവേ, എത്രത്തോളം ഞാൻ നിന്നോട് നിലവിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും, സാഹസം നിമിത്തം എത്രത്തോളം ഞാൻ നിന്നോട് നിലവിളിക്കും. അപ്പോൾ അതിന്റെ ഒന്നും മറുപടി, പ്രത്യേകിച്ച് ദൈവത്തിന്റെ ആ നിശബ്ദത എന്ന് പറയുന്നത് മനുഷ്യരായ നമ്മൾക്ക് ഒരിക്കലും സഹിക്കുവാൻ കഴിയാത്ത ഒരു കാര്യമായിട്ടാണ് ബൈബിളിലുടനീളം കാണുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും കർത്താവ് മറുപടി തന്നില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഹൃദയത്തിൽ അസ്വസ്ഥരാകാറുണ്ട്. കർത്താവേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് എന്താണ് മറുപടി തരാത്തത്? എന്നാൽ ബൈബിളിലുടനീളം നാം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ഒരു പ്രത്യേക സാഹചര്യത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സംഭവത്തിന്റെ മുന്നിൽ ദൈവം നിശബ്ദനായിരിക്കുന്നു എന്ന് നമുക്ക് തോന്നിയാലും ദൈവത്തിന്റെ നിശബ്ദത എന്ന് പറയുന്നത് അവന്റെ സംസാരത്തോളം പ്രാധാന്യമുള്ള ഒരു കാര്യമാണെന്ന് വേദപുസ്തകത്തിലുടനീളം നാം കാണുന്നു. ദൈവത്തിന്റെ നിശബ്ദതയ്ക്ക് ഒത്തിരി അർത്ഥമുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവം ഈ സാഹസങ്ങളൊന്നും കാണുന്നില്ല, ദൈവം ഈ വയലൻസ് ഒന്നും കാണുന്നില്ല. എന്നാൽ ഓർക്കുക, ദൈവത്തിന്റെ നിശബ്ദത എന്ന് പറയുന്നത് ദൈവം പ്രവർത്തിക്കാൻ ഒരുങ്ങുന്ന ഒരു ഇടവേള മാത്രമാണ്. അവിടെ നാം വായിക്കുന്നു, യഹോവയ്ക്ക് നോഹയ്ക്ക്, ഇവിടെ നമ്മുടെ വേദഭാഗത്തിൽ നാം വായിക്കുന്നു, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയുടെ വംശാവലി എന്തെന്നാൽ അവൻ കൃപ ലഭിച്ചു. അപ്പോൾ എന്തായിരുന്നു നോഹയ്ക്ക് ലഭിച്ച കൃപ? ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായിരുന്നു നോഹയ്ക്ക് ലഭിച്ച കൃപ. ഈ കൃപ കൊണ്ട് നോഹ എന്താണ് സാധിച്ചെടുത്തത്?
അധാർമികത അല്ലെങ്കിൽ ഇമ്മൊറാലിറ്റി, അതിക്രമം കൊടികുത്തി വാഴുന്ന ഒരു സമൂഹത്തിൽ, അല്ലെങ്കിൽ പാപമയമായ ആ സമൂഹത്തിൽ പാപം ഏശാതെ ജീവിക്കുവാനുള്ള കൃപ, അതാണ് നോഹയ്ക്ക് ദൈവം കൊടുത്ത കൃപ. അതാണ് നാം ഇവിടെ വായിക്കുന്നത്. എന്നാൽ ഈ അധാർമികതയുടെയും ഇമ്മൊറാലിറ്റിയുടെയും കറപ്ഷന്റെയും ഒക്കെയും മധ്യത്തിൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അപ്പോൾ ആ പാപമയമായ സമൂഹത്തിൽ പാപമേശാതെ ജീവിക്കുവാനുള്ള ദൈവകൃപ, കണ്ണുമടച്ച് ദൈവത്തെ അനുസരിക്കുവാനുള്ള കൃപ. 6:22 നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. ഒറ്റയ്ക്ക് ഒരു ദൈവപുരുഷൻ, ദൈവമനുഷ്യൻ മാറി നിന്ന് കർത്താവിനെ അനുസരിക്കുന്ന ഒരു അനുഭവം, അതാണ് നോഹയ്ക്ക് ദൈവം കൊടുത്ത കൃപ. കാനഡയിലും അമേരിക്കയിലും ഒക്കെ നമുക്ക് ജീവിക്കുന്ന നമുക്കറിയാം, എല്ലാവരെയും പോലെ ജീവിച്ചു പോകുവാൻ നമുക്ക് ഒരു പ്രയാസവുമില്ല. എന്നാൽ അവരിൽ നിന്നും വ്യത്യസ്തരായിട്ട് ഒറ്റയ്ക്ക് ദൈവപ്രമാണത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത്, അതിന് ദൈവത്തിന്റെ കൃപ നമുക്ക് ആവശ്യമാണ്. ആ ജീവിതത്തിന്റെ ഉടമയായിട്ട് ജീവിക്കുവാനാണ് ദൈവമായ കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. ഓർക്കുക, കർത്താവിന്റെ വിളി വ്യക്തിപരമാണ്. അവനൊരു കൂട്ട വിളിയല്ല ആരെയും വിളിച്ചിരിക്കുന്നത്. നമ്മെ ഓരോരുത്തരെയും അവന്റെ രക്തത്താൽ വീണ്ടെടുത്ത് അവൻ നമ്മെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ആ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന നമ്മുടെ രക്ഷിതാവിന്, നമ്മുടെ ക്രിയേറ്ററിന് നമ്മളിൽ നിന്നും ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയ്ക്കൊത്ത് കർത്താവിന്റെ സന്നിധിയിൽ വളരുവാന്, ഫലം കായ്ക്കുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇവിടെ ഇതാ ഈ ചീഞ്ഞു നാറുന്ന സമൂഹത്തിൽ ദൈവത്തിന്റെ മനുഷ്യനായിട്ട് ഒറ്റയ്ക്ക് നോഹ ഇവിടെ നിൽക്കുന്നു. അതുകൊണ്ട് ഓർക്കുക, ദൈവം അവനെ കൈവിട്ടില്ല. ദൈവത്തിന്റെ പ്രത്യേക ശ്രദ്ധ ഈ നോഹയുടെ മേൽ ഉണ്ടായിരുന്നു. ഭക്തിയുള്ള ജീവിതം പരിഹസിക്കപ്പെടുന്ന ഒരു സമൂഹമായിരുന്നു നോഹയുടെ സമൂഹം. ഇന്നും അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നമുക്കും കാണാൻ കഴിയുന്നത്. ഭക്തിയോടെ ജീവിക്കുന്ന, 2 പത്രോസിൽ പറയുന്നു, ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. എന്നാൽ അധാർമികത നിറഞ്ഞ ആ സമൂഹത്തിൽ അവൻ ഭക്തിയുടെ പ്രതീകമായിട്ട് നിലകൊണ്ടു. അടുത്ത ഒരു കാര്യം എന്നെ വളരെ അവിടെ ചിന്തിപ്പിച്ചത്, ഈ അധാർമികതയും ഡിറ്റീരിയോറേഷനും സംഭവിച്ചിരിക്കുന്ന ആ സമൂഹത്തിൽ തൻ്റെ കുടുംബത്തെക്കുറിച്ച്, കർത്താവിന്റെ വേല ചെയ്യുമ്പോഴും അവന്റെ കുടുംബത്തെക്കുറിച്ച് നോഹ വളരെ ശ്രദ്ധാലുവായിരുന്നു. അതുകൊണ്ടാണ് നാം വായിക്കുന്നത്, നോഹയും കുടുംബവും രക്ഷ പ്രാപിച്ചു. സാംസ്കാരിക അധപ്പതനത്തിൽ പെട്ടുപോകാതെ തൻ്റെ കുടുംബത്തെ സൂക്ഷിക്കുന്നതിൽ, തൻ്റെ കുടുംബത്തെ ദൈവപ്രമാണത്തിൽ പരിപാലിക്കുന്നതിൽ നോഹ വിശ്വസ്തത ഉള്ളവനായിരുന്നു. ഇതിലെല്ലാം ഉപരിയായിട്ട് ദൈവവുമായിട്ടുള്ള ആഴമായ ഒരു കമ്മ്യൂണിക്കേഷൻ നോഹയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതാണ് ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഒരു ദൈവ പൈതലിനെ വ്യത്യസ്തനായിട്ട് കാക്കുന്നത്. ഏത് പ്രശ്നങ്ങളുടെയും ഏത് പ്രതിസന്ധികളുടെയും മധ്യത്തിൽ കർത്താവുമായിട്ട് ആഴമായ ഒരു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ഒരു കമ്മ്യൂണിയൻ നാം അനുഭവിക്കുന്നുവെങ്കിൽ അതാണ് ഒരു ദൈവ പൈതലിനെ വേറിട്ട വ്യക്തിത്വമായി ഈ സമൂഹത്തിൽ നിലകൊള്ളുവാൻ സഹായിക്കുന്നത്. അപ്പോൾ ക്ഷമയുടെയും ദൈവത്തിലുള്ള ആഴമായ വിശ്വാസത്തിന്റെയും പ്രതീകമായിട്ടാണ് ഇവിടെ നോഹയെ നാം കാണുന്നത്. നമുക്കറിയാം, എത്ര നാൾ ഈ പെട്ടകം പണിയാൻ നോഹ സമയമെടുത്തു എന്ന് ബൈബിളിൽ പറയുന്നില്ല. പാരമ്പര്യം അനുസരിച്ച് 120 വർഷം എന്നാണ് കാണുന്നത്. എന്നാൽ എന്തായാലും ബൈബിളിൽ അത് കൃത്യമായിട്ട് പറയുന്നില്ല. എന്തായാലും നമുക്കറിയാം, ഒരു വലിയ പെട്ടകം പണിയാൻ മാസങ്ങൾ, വർഷങ്ങൾ നോഹ ചിലവഴിച്ചു കാണും. അങ്ങനെ ചിലവഴിച്ച ആ സമയം അത്രയും അവന്റെ വിശ്വാസം അവൻ വിട്ടുകളഞ്ഞില്ല. അവന്റെ ഉള്ളിൽ സംശയം വന്നില്ല. അവൻ അറിയാം, എന്നോട് പറഞ്ഞവൻ ആരാണ്, ജലപ്രളയം ഉണ്ടാകുവാൻ പോകുന്നു എന്ന് എന്നോട് പറഞ്ഞവൻ ആരാണ്. അതായിരുന്നു നോഹയുടെ ആഴമായ ദൈവത്തിലുള്ള വിശ്വാസം. അപ്പോൾ അവൻ വിശ്വാസം കൈവിട്ടില്ല. ആ പ്രളയം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ആഴമായ ഒരു അറിവ് അവനിൽ ഉണ്ടായിരുന്നു.
ആളുകൾ അവനെ പരിഹസിച്ചതായിട്ട് നാം ബൈബിളിൽ കാണുന്നു. അവന്റെ പ്രസംഗത്തിന് ആരും വില കൊടുത്തതായിട്ട് നാം കാണുന്നില്ല. പക്ഷേ നോഹയ്ക്ക് ഇതൊന്നും വലിയ വിഷയമായിരുന്നില്ല. തന്നോട് അരുളി ചെയ്തവനോടുള്ള അനുസരണത്തിൽ അവൻ തന്റെ ജോലി തുടർന്നുകൊണ്ടിരുന്നു. നീതി പ്രസംഗിയായ നോഹ. 2 പത്രോസ് 2:5 നാം കാണുന്നു, ഭക്തി കെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതി പ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ ദൈവം പരിപാലിച്ചു. നോഹയ്ക്കൊരു പേരുണ്ടായി, നീതി പ്രസംഗിയായ നോഹ. അവൻ നീതി പ്രസംഗിക്കുന്നവൻ ആയിരുന്നു. പലപ്പോഴും സമൂഹം നോക്കുമ്പോൾ ഒരു പക്ഷേ നോഹയെ ഒരു പരാജയപ്പെട്ട പ്രാസംഗികനായിട്ട് മാറ്റി നിർത്തുവാൻ ഇടയാകും. കാരണം ഇത്രയും നാൾ പ്രസംഗിച്ചിട്ട് നാം ബൈബിളിൽ കാണുന്നു ഒരൊറ്റ വ്യക്തി പോലും നോഹയുടെ പ്രസംഗത്തിൽ മാനസാന്തരപ്പെട്ടതായിട്ട് ബൈബിളിൽ നാം കാണുന്നില്ല. അപ്പോൾ ഇന്നത്തെ സമൂഹത്തെ വെച്ച് നാം നോഹയുടെ പ്രസംഗം ഒന്ന് പരിശോധിച്ചാല് നോഹ തികച്ചും പരാജയപ്പെട്ട ഒരു പ്രാസംഗികൻ ആയിരുന്നു. പക്ഷെ നോഹയ്ക്ക് ഇത് വലിയ വിഷയമൊന്നും ആയിരുന്നില്ല. ഇത്രയും പ്രസംഗിച്ചിട്ട് ഒരു വ്യക്തി പോലും മാനസാന്തരപ്പെട്ടില്ലല്ലോ എന്ന് നോഹ ഓർത്തുപോലും കാണത്തില്ല എന്നാണ് എൻ്റെ ചിന്ത. അപ്പോൾ ഇന്നത്തെ കാലം നാം പരിശോധിച്ചാൽ ജനത്തിന്റെ പിന്തുണയാണല്ലോ ഒരു പ്രാസംഗികന്റെ മാർക്ക് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നോക്കുക, നോഹയുടെ പ്രസംഗത്തിന് വലിയ ലൈക്കും ഷെയറും കമന്റും ഒന്നും ലഭിച്ചതായിട്ട് ബൈബിളിൽ കാണുന്നില്ല. ആരും രക്ഷിക്കപ്പെട്ടതായിട്ടും കാണുന്നില്ല. അതിന്റെ കാരണം ഒരു വാക്കിൽ പറയുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി പെട്ടകം തീർത്തു. അതിനാൽ അപ്പോൾ വിശ്വാസത്താൽ അവനിതാ ലോകത്തെ കുറ്റം വിധിക്കുന്നു. അങ്ങനെ അവൻ വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. വിശ്വാസ കണ്ണുകൾ ഉള്ളവന്റെ പ്രത്യേകതയാണ് അവൻ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ അല്ല കാണുന്നത്, മറിച്ച് അതിനേക്കാൾ ഉപരി വരാൻ പോകുന്ന കാര്യങ്ങളെയാണ് അവൻ കാണുന്നത്. അവന്റെ കണ്ണ് വിശ്വാസത്താൽ ആ വരാൻ പോകുന്ന ജലപ്രളയത്തെ നിശ്ചയമായി കണ്ടു കാണും. തന്റെ മുമ്പിൽ ഭവിക്കുവാൻ പോകുന്ന അല്ലെങ്കിൽ തന്റെ മുമ്പിൽ ഉണ്ടാകുവാൻ പോകുന്ന ആ വലിയ വിപത്തിനെ അവൻ വിശ്വാസത്താൽ കണ്ടു. പുതിയ നിയമത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളിൽ ഇപ്രകാരം നാം കാണുന്നു. 2 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, വിശ്വാസത്താൽ നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിത്യതയുമായി കമ്പയർ ചെയ്യുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഇവിടെ എൻ്റെ കഷ്ടം എന്ന് പറയുന്നത് നൊടി നേരത്തേക്കുള്ളതാണ്, കണ്ണിമയ്ക്കുന്ന നേരത്തേക്കുള്ള കഷ്ടം മാത്രമേ എനിക്കുള്ളൂ എന്ന് വിശ്വാസ കണ്ണുകൾ പ്രകാശിച്ച അപ്പോസ്തലനായ പൗലോസ് ഇവിടെ നമ്മളോട് പറയുന്നു. 2 ലോകങ്ങളെ കുറിച്ച് അപ്പോസ്തലൻ പറയുന്നു. കാണുന്ന ലോകം, കാണാത്ത ലോകം. കാണുന്ന ഈ ലോകം, നാം ഇന്ന് ജീവിക്കുന്ന ഈ ലോകം നമ്മുടെ മുമ്പിൽ കാണുന്ന ലോകമാണ്. എന്നാൽ ഇതിനപ്പുറമായി കാണാത്ത ഒരു ലോകം ഇവിടെ അപ്പോസ്തലനായ പൗലോസ് നമ്മളെ പരിചയപ്പെടുത്തുന്നു. പൗലോസ് ഇത് പറയുമ്പോൾ ഓർക്കുക, താൻ ആയിരിക്കുന്ന പട്ടണം, എഫെസസ് പട്ടണം എന്ന് പറയുന്നത് ലോകത്തിന്റെ മഹത്വം കൊണ്ട് വളരെ വളരെ ഉയർന്ന പദവിയിൽ നിൽക്കുന്ന ഒരു പട്ടണമാണ്. അമേരിക്കയെ പോലെയും
കാനഡയെ പോലെയും ഒക്കെ വളരെ ലക്ഷറിയിൽ ആഡംബരത്തിൽ ജീവിക്കുന്ന ഒരു ഭവനമാണ്, ഒരു പട്ടണമാണ് ഈ എഫെസോസ് പട്ടണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാഴ്ചകളുടെ ലോകത്ത് നിന്നുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നു, കാഴ്ചയാൽ അല്ല വിശ്വാസത്താൽ അത്രേ നാം ജീവിക്കുന്നത്. അപ്പോസ്തലന് പറയുന്നു, എനിക്ക് ഈ കാണുന്ന ലോകത്തിൽ കാണാൻ ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്. ഈ എഫെസോസ് പട്ടണത്തിൽ എനിക്ക് കാണുവാൻ, അല്ലെങ്കിൽ എനിക്ക് പോകുവാൻ, എനിക്ക് ഇങ്ങനെ ട്രിപ്പ് അടിക്കാൻ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അപ്പോസ്തലൻ പറയുന്നു, ഈ കാഴ്ചയാലല്ല ഞാൻ ജീവിക്കുന്നത്, ഞാൻ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. ഈ കാഴ്ചകളുടെ ലോകത്ത് നിന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നു, കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. ഈ രാത്രി തന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ആ ആഴമായ വിശ്വാസ കണ്ണുകൾ പ്രകാശിച്ചുകൊണ്ട് നമ്മൾക്ക് പറയാൻ കഴിയുമോ, എനിക്ക് ഈ കാഴ്ചകളുടെ ലോകത്ത് നിന്നുകൊണ്ട് പറയുവാൻ കഴിയും, അതിനപ്പുറമായി കാണാത്ത ഒരു ലോകം, ആ ലോകത്തിന്റെ കാഴ്ചകൾ എന്നെ ആ സ്വർഗീയ നാടിനോട് അടുപ്പിക്കുന്നു എന്ന് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലും ഇത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ പിതാക്കന്മാർ അന്യരും പരദേശികളുമായിട്ട് അവർ ഈ ഭൂമിയിൽ പാർത്തു. അവരോരോ ദിവസവും ആ സ്വർഗീയ നാടിനെ കണ്ടുകൊണ്ട് തങ്ങൾ ഭൂമിയിൽ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞു. ഞാൻ ഓർക്കുകയാ, ഓരോ ദിവസവും രാവിലെ അവർ എഴുന്നേറ്റുകൊണ്ട് ദൂരവേ തങ്ങളുടെ ഭവനത്തെ കണ്ടിട്ട് അതിനെ അഭിവന്ദിച്ചു എന്നാണ് എബ്രായ ലേഖനകാരൻ വായിക്കുന്നത്. അഭിവന്ദിച്ചു എന്ന് പറയുന്നത്, എൻ്റെ ഭവനത്തെ കണ്ടുകൊണ്ട്, എനിക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന ആ ഭവനത്തെ കണ്ടുകൊണ്ട് ഞാൻ അതിനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും എൻ്റെ ജീവിതം തുടരുന്നു. പ്രിയമുള്ളവരെ, ഈ കാഴ്ചകളുടെ ലോകത്ത് നിന്ന്, ഈ മായയായ ഈ ലോകത്ത് നിന്നുകൊണ്ട്, ഈ ലോകത്തിൽ നമുക്ക് ദൈവം അനുഭവിക്കുവാൻ തന്ന എല്ലാ സമ്പത്തുകളുടെയും എല്ലാ ഐശ്വര്യങ്ങളുടെയും നടുവിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ രാത്രിയിൽ പറയുവാൻ കഴിയുമോ, ഞാൻ കാണാത്തതിനായി കാത്തിരിക്കുന്നു, കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഹല്ലേലൂയ. ആകയാൽ താൽക്കാലികമായി നാം അനുഭവിക്കുന്ന ഈ കഷ്ടങ്ങളുടെ മധ്യേ കാണാത്ത ലോകത്തിന്റെ ഇടപെടിയിൽ നാം നമ്മുടെ ജീവിതത്തിൽ ദിവസം പ്രതി അനുഭവിക്കുന്നുണ്ടോ? അങ്ങനെ ആ കാണാത്ത ലോകത്തിന്റെ ഒരു ഇടപെടിയിൽ നോഹയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ബൈബിളിൽ ഉടനീളം അനേക ഭക്തന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ ഇടപെടിയിലാണ് അവരെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യേ പിടിച്ച് നിർത്തിയത്. ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ഒരു സന്ദർഭം നാം പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ നമുക്കറിയാം, ഏലിയാവിനെ പിന്തുടർന്നു. കാരണം എന്താ? ഏലിയാവിന്റെ ഇരട്ടി ശക്തി എലീശയ്ക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഏലിയാവിനെ പിന്തുടരുന്ന എലീശയെ കാണാം. ഏലിയാവിനെ സ്വർഗത്തിലേക്ക് എടുക്കുന്ന സമയം അഗ്നി അശ്വങ്ങളും അഗ്നിരഥങ്ങളും തമ്മിൽ അവരെ വേർതിരിച്ചു. തന്റെ യജമാനന്റെ ഈ യാത്രയയപ്പിന്റെ കാഴ്ച ആര് കണ്ടു? എലീശ കണ്ടു. ആ കാഴ്ച, അഗ്നി അശ്വങ്ങളും അഗ്നിരഥങ്ങളും തമ്മിൽ അവരെ വേർപിരിക്കുന്ന ആ കാഴ്ച തന്റെ ശിഷ്യനായ എലീശയിൽ വിശ്വാസം വർദ്ധിപ്പിച്ചു. ആഴമായ ആത്മീയ അനുഭവം ഈ കാഴ്ച അവന്റെ ജീവിതത്തിന്റെ ഓരോ ശുശ്രൂഷയുടെ സമയങ്ങളിലും ഈ കാഴ്ച അവനിൽ വിശ്വാസം വർദ്ധിപ്പിച്ചു. കാണപ്പെടാത്ത ആ ലോകത്തെക്കുറിച്ച്, ആ അൺസീൻ റിയാലിറ്റിയെ കുറിച്ചുള്ള ആ ആഴമായ വിശ്വാസം അവന് ലഭിച്ചു. ആ അഗ്നി അശ്വങ്ങളും ആ അഗ്നിരഥങ്ങളും ഈ എലീശയുടെ ശുശ്രൂഷയിൽ ഉടനീളം തന്റെ എസ്കോർട്ടായിട്ട് തനിക്ക് ഉണ്ടായിരുന്നു എന്ന് പഴയ നിയമത്തിൽ നാം വായിക്കുന്നു. നമ്മൾക്കറിയാം, ഹ്രസ്വദൃഷ്ടിയുള്ള ബാല്യക്കാരന്റെ കണ്ണുകൾ കൊണ്ട് ആരാം രാജാവിന്റെ സൈന്യത്തെ നോക്കുമ്പോൾ ആരാം രാജാവിന്റെ കുതിരകളെയും രഥങ്ങളെയും കണ്ട് ആ ബാല്യക്കാരൻ അവിടെ ഭയപ്പെടുന്നതായിട്ട് നാം പഴയ നിയമത്തിൽ വായിക്കുന്നു. എന്നാൽ ദീർഘദൃഷ്ടിയുള്ള, കാണാത്തതിനായി കാത്തിരിക്കുന്ന ആ ദൈവപുരുഷന്റെ കണ്ണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ അല്ല കാണുന്നത്. അവൻ ആരാം രാജാവിന്റെ സൈന്യത്തെ അല്ല കാണുന്നത്. അവൻ ആരാം രാജാവിന്റെ കുതിരകളെയും രഥങ്ങളെയും അല്ല കാണുന്നത്. മറിച്ച് തൻ്റെ ചുറ്റിലുമുള്ള അഗ്നി അശ്വങ്ങളെയും അഗ്നിരഥങ്ങളെയും അവനിതാ വീണ്ടും കാണുന്നു. അപ്പോൾ ആ കാഴ്ച ഏലിയാവിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടാൻ നേരത്ത് താൻ കണ്ട ആ കാഴ്ച തൻ്റെ ശുശ്രൂഷയിൽ ഉടനീളം എസ്കോർട്ടായിട്ട് തന്നോട് കൂടെ ഉണ്ടായിരുന്നു. പ്രിയ ദൈവമക്കളെ, ഈ രാത്രിയിൽ ആ കാഴ്ച കാണുവാൻ നമ്മളുടെ വിശ്വാസ കണ്ണുകൾ
തുറക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താൽക്കാലികമായി നമ്മളെ ചുറ്റിപ്പറ്റുന്ന പ്രശ്നങ്ങളുടെ മധ്യത്തിൽ കാണാത്ത ലോകത്തെക്കുറിച്ചുള്ള ആ അൺസീൻ റിയാലിറ്റിയെ കുറിച്ചുള്ള ആ ആഴമായ ദർശനം നാം പ്രാപിച്ച് നാം മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ ഈ ലോകത്തിന്റെ യാതൊരു പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും നമ്മളെ തളർത്തുവാൻ കഴിയുകയില്ല. ഓരോ ദൈവ പൈതലിനും ഈ അഗ്നി അശ്വങ്ങളും ഈ അഗ്നി രഥങ്ങളും എസ്കോർട്ടായിട്ട് ഈ ലോക ജീവിതത്തിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുവാനുണ്ട്. ഈ രാത്രിയിൽ ആ വിശ്വാസ കണ്ണുകളെ നമുക്ക് കർത്താവിങ്കിലേക്ക് ഉയർത്താം. എങ്ങനെയാണ് വിശ്വാസം നമ്മളിൽ ഉണ്ടാകുന്നത്? വിശ്വാസം ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ഒരു മാജിക് അല്ല. നാം വിശ്വാസത്തോടൊപ്പം ദൈവത്തിന്റെ വചനത്തിൽ നാം വളരണം. ദൈവത്തിന്റെ വചനത്തിന്റെ പരിജ്ഞാനത്തിൽ നാം വളരണം. ആ പരിജ്ഞാന പൂർത്തി പ്രാപിക്കുവാൻ, ആ മച്ചുരിറ്റിയിലേക്ക്, ആ തികവിന്റെ അനുഭവത്തിലേക്ക് നടത്തപ്പെടുവാനാണ് നമ്മെ ഓരോരുത്തരെയും കർത്താവായ യേശു കർത്താവ് വിളിച്ചിരിക്കുന്നത്. ആകയാൽ സഭയുടെ പ്രധാന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ തികവിലേക്ക് ഓരോ വ്യക്തി ജീവിതങ്ങളെയും നടത്തിയെടുക്കുക, വളർത്തിയെടുക്കുക, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാന പൂർത്തി പ്രാപിക്കുക. ഈ ദിവസങ്ങളിൽ ദൈവമായ കർത്താവ് അതിനു വേണ്ടിയിട്ടുള്ള ധാരാളം അവസരങ്ങൾ, ധാരാളം ടൂൾസ് ദൈവം നമ്മുടെ കരങ്ങളിൽ തന്നിട്ടുണ്ട്. അതൊക്കെ ജീവിതത്തിൽ പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ട് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നിത്യരാജ്യത്തിന് അവകാശികളായി തീരുവാൻ, കർത്താവിന്റെ സ്വഭാവത്തിന് അനുരൂപരായി പെടുവാൻ, ആ പരിജ്ഞാനത്തിലേക്ക് വളരുവാൻ ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞാൻ മടങ്ങിയതിന്റെ വേദഭാഗത്തിലേക്ക് വരട്ടെ. നോഹ കാത്തിരുന്ന ആ പ്രളയം പിന്നീട് അത് സംഭവിച്ചു. നാം വചനത്തിൽ വായിക്കുന്നു, ഒരു ദിവസം മഴ തുടങ്ങി. നോഹയെ പരിഹസിച്ചവരൊക്കെ ഭൂമുഖത്ത് നിന്നും തുടച്ചു മാറ്റപ്പെട്ടു. എല്ലാ കാലത്തും ബൈബിൾ നമ്മളോട് പറയുന്നത് ഇതാണ്. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോഴും പറയുന്നത് ഇതാണ്. തന്റെ മരണത്തെയും തന്റെ പുനരുത്ഥാനത്തെയും തന്റെ വരവിനെയും കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ശിഷ്യന്മാരോട്, പുരുഷാരത്തോട് ഒക്കെ പറഞ്ഞെങ്കിലും അതൊക്കെ ലിറ്ററലായിട്ട് യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചെങ്കിലും ഇന്നും അതൊന്നും വിശ്വസിക്കാത്ത ധാരാളം ആൾക്കാർ നമ്മുടെ മധ്യത്തിൽ ഉണ്ട്. കർത്താവിന്റെ വരവിലും ഇതുതന്നെ ആയിരിക്കാം സംഭവിക്കുവാൻ പോകുന്നത്. അപ്പോൾ ഓരോ തലമുറയിലും ഭക്തിയോടെ ജീവിച്ചവർക്ക് അവരുടെ ലോകം അനുകൂലം അല്ലായിരുന്നു. ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് ഉപദ്രവം ഉണ്ടാകും. നമ്മളെല്ലാം ഒരുപക്ഷെ ചിന്തിക്കും, കർത്താവെ, ഞാൻ ഈ തലമുറയിൽ അല്ലായിരുന്നെങ്കിൽ, ഞാൻ വേറെ തലമുറയിലായിരുന്നു ജനിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഭക്തിയോടെ ജീവിക്കാൻ പറ്റുമായിരുന്നു, എനിക്ക് കുറച്ചുകൂടെ ഭക്തിയോടെ ആത്മീയ അനുഭവങ്ങളോടെ ജീവിക്കുവാൻ പറ്റുമായിരുന്നു എന്ന് നമ്മളൊക്കെ ഒരുപക്ഷെ ചിന്തിക്കാം. പക്ഷെ ഓർക്കുക, നാം ഇന്നായിരിക്കുന്ന തലമുറയിൽ ഭക്തിയോടെ ജീവിക്കുവാനാണ് എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത്. ദ ട്രൂ പ്ലേസ് ഓഫ് എ സെയിന്റ് ഈസ് ഹിസ് ജനറേഷൻ. ഇന്നത്തെ നമ്മുടെ ഈ ജനറേഷനിൽ ശുശ്രൂഷിക്കുവാനാണ്, ഈ ജനറേഷനിൽ ആത്മീയ വർധന വരുത്തുവാനാണ്, ഈ ജനറേഷനിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനാണ് നമ്മെ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് വേർതിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഉറയ്ക്കാം, ദൈവമായ കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത് ഈ തലമുറയിൽ ജീവിക്കുവാനാണ്. അപ്പോൾ യഥാർത്ഥ ഭക്തിക്ക് മാത്രമേ ജീവിതത്തിന്റെ അർദ്ധരാത്രിയെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഇരുളടഞ്ഞ സമയങ്ങളെ തരണം ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ഭക്തി ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട ഒരു വ്യക്തിക്ക് മാത്രമേ ജീവിതത്തിൽ പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും തരണം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ബാക്കിയെല്ലാം താൽക്കാലികമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിശ്വാസത്തിന്റെ മാറ്റുരയ്ക്കുന്ന സാഹചര്യങ്ങൾ, ഭക്തി നമ്മുടെ ജീവിതത്തിൽ തെളിയിക്കപ്പെടേണ്ട സാഹചര്യങ്ങളൊക്കെ ഈ ജീവിതയാത്രയിൽ ഉണ്ടാകും. 10 കന്യകമാരുടെ ഉപമയിൽ നാം ഇപ്രകാരം വായിക്കുന്നു. അതാണ് പറയുന്നത്, അർദ്ധരാത്രിക്ക് അല്ലെങ്കിൽ മണവാളന്റെ വരവ് വരെ 10 പേരും ഒരുപോലെ ആയിരുന്നു. 10 പേരുടെയും അപ്പിയറൻസ് ഒരുപോലെ ആയിരുന്നു. 10 പേരും ഒരുമിച്ച് പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു. 10 പേരും ഒരുമിച്ച് കർത്തൃമേശ എടുക്കുമായിരുന്നു. അവർ തമ്മിൽ യാതൊരു ഡിഫറൻസും ഉള്ളതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയില്ല. 10 പേരും ഒരുപോലെ ഇരിക്കുകയായിരുന്നു. 10 പേരും വിശ്വാസികളായിരുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ ചർച്ചിലും എല്ലാം പോയി ആക്റ്റീവായിട്ട് ജീവിക്കുന്നവരായിരുന്നു. എന്നാൽ അർദ്ധരാത്രി അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. വിളക്ക് തെളിയിക്കേണ്ട ഒരു സമയം, ഭക്തി തെളിയിക്കേണ്ട ഒരു സമയം അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. അപ്പോൾ 5 പേരുടെ ഭക്തി
യാഥാർത്ഥ്യമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടു. 5 പേരുടെ ഭക്തി കപട ഭക്തി ആയിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ, ഓരോരുത്തരുടെയും ജീവിതത്തിൽ, നമ്മുടെ അർദ്ധരാത്രിയുടെ വേളകളിൽ നമ്മുടെ ഭക്തി തെളിയിക്കപ്പെടേണ്ട, ഇയ്യോബിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, വ്യർത്ഥമാസങ്ങളും കഷ്ടരാത്രികളും എനിക്ക് ഉണ്ടായി. ജീവിതത്തിന്റെ മുന്നോട്ടുള്ള വഴികളിൽ, ക്രിസ്തീയ ജീവിതത്തിൽ വ്യർത്ഥമാസങ്ങളെയും കഷ്ടരാത്രികളെയും ഒക്കെ തരണം ചെയ്യേണ്ട അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ ഒരു യഥാർത്ഥ ഭക്തന്, ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട ഭക്തന് അവിടെ വിശ്വാസം, ഭക്തി തെളിയിക്കുവാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായിരിക്കുകയില്ല. നോഹ തന്റെ തലമുറയിൽ ഒറ്റയ്ക്ക് നിന്നവനായിരുന്നു. ദൈവഭക്തിക്ക് വേണ്ടി അവിശ്വസ്തരായ മനുഷ്യരുടെ മധ്യത്തിൽ വിശ്വസ്തനായിട്ട് അവൻ നിന്നു. പാപമയമായ ആ സംസ്കാരത്തിൽ നോഹ ഒരിക്കലും ഇൻഫെക്റ്റഡ് ആയില്ല. നാം ഇപ്പോൾ കേൾക്കുന്ന വാക്യമാണ്, ഒരു വാക്കാണ് പിയർ പ്രഷർ എന്ന് പറയുന്നത്. ആ പിയർ പ്രഷറിൽ നോഹ ഒരിക്കലും പോയില്ല. അവൻ ഒറ്റയ്ക്ക് നിൽക്കുവാനുള്ള കരുത്തുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് സാഹചര്യങ്ങളെ നേരിടുവാനുള്ള, ആ പാപമയമായ സംസ്കാരത്തെ നേരിടുവാനുള്ള ആത്മാവിന്റെ ശക്തി, അല്ലെങ്കിൽ ആത്മാവിന്റെ പ്രഷർ അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ആ പ്രഷർ മൂലം അവൻ തന്റെ ചുറ്റുപാടുമുള്ള പാപത്തെ, വയലൻസിനെ, അതിക്രമത്തെ ഒക്കെ ജയിച്ചു. അപ്പോൾ ഹി വാസ് എ സോളിറ്ററി സെയിന്റ്. അവൻ ഒരു ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ദൈവഭക്തനായിരുന്നു. തനിക്ക് കൂട്ടുകൂടുവാൻ പറ്റിയവരാരും ആ തലമുറയിൽ ഇല്ലായിരുന്നു. ഒരു ദൈവ പൈതലും പലപ്പോഴും ഇങ്ങനെ ആയിരിക്കും. ഈ ലോക ജീവിതയാത്രയിൽ നാം പലപ്പോഴും ചിന്തിച്ച് വ്യാകുലപ്പെടുന്ന, ഭക്തിയോടെ ജീവിക്കുന്ന, യഥാർത്ഥമായി ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ എപ്പോഴും വേദനിക്കുന്ന ഒരു അനുഭവമാണ്, കർത്താവേ, ഞാൻ ഒറ്റയ്ക്കാണല്ലോ, എനിക്ക് കൂട്ടാരുമില്ലല്ലോ, എൻ്റെ ദർശനം പങ്കുവയ്ക്കുവാൻ, എൻ്റെ ആത്മീക അനുഭവങ്ങളെ പങ്കുവയ്ക്കുവാൻ, എൻ്റെ ഭക്തി പങ്കുവയ്ക്കുവാൻ, അത് ആ പാകതയോടെ ഉൾക്കൊള്ളുവാൻ, ആ മെച്യൂരിറ്റിയോടെ അത് ഉൾക്കൊള്ളുവാൻ തക്ക ആത്മീക വീക്ഷണമുള്ളവർ ആരും ഈ തലമുറയിൽ ഇല്ലല്ലോ എന്ന് പലപ്പോഴും വിലപിക്കുന്നവരായിരിക്കാം ഒരു യഥാർത്ഥ ദൈവ പൈതൽ. എന്നാൽ ഓർക്കുക, അവനൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. നോഹയ്ക്ക് ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. നാം വായിക്കുന്നു, നോഹ ദൈവത്തോട് കൂടെ നടന്നു. ഒരാളുടെ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഒരേ വഴിയിലൂടെ ഒരേ ലക്ഷ്യത്തിലേക്ക് നടക്കുന്നവർ. അതായത് 2 വഴിയിലൂടെ 2 ലക്ഷ്യത്തിൽ നടക്കുകയാണെങ്കിൽ കൂട്ടുകൂടി നടക്കുന്നവർ എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. അതേ അനുഭവമാണ് ഇവിടെ നാം വായിക്കുന്നത്. നോഹയും ദൈവവും ഒരുപോലെ ഒരേ രീതിയിൽ നടന്നു. മനുഷ്യന്റെ ഇഷ്ടവും ദൈവത്തിന്റെ ഇഷ്ടവും തമ്മിൽ ഒത്തുചേരുമ്പോഴാണ് അവിടെ ഒരു കമ്പാനിയൻഷിപ്പ് ഉണ്ടാകുന്നത്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ നാം എപ്പോഴും മെജോറിറ്റിയാണ്. ദൈവത്തിന്റെ ഇഷ്ടവും നമ്മുടെ ഇഷ്ടവും തമ്മിൽ ഒത്തുചേരുക, അതാണ് ഈ ലോക ജീവിതത്തിന്റെ വിജയം. അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ടെൻഷനുകൾ ഉണ്ടാകുന്നത്, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, കർത്താവിനോട് നാം തർക്കിക്കുന്നത്, കർത്താവിനോട് നാം ആർഗ്യൂ ചെയ്യുന്നത് എന്താണ്? കർത്താവ്, എൻ്റെ ഇഷ്ടവും നിന്റെ ഇഷ്ടവും 2 ഡയറക്ഷനിലാണ്. എന്നാൽ ഓർക്കുക, എൻ്റെ ഇഷ്ടവും നിന്റെ ഇഷ്ടത്തിന് അനുരൂപമാക്കണമേ എന്ന പാട്ടുകാരൻ പറയുന്നത് പോലെ കർത്താവിന്റെ ഇഷ്ടവും നമ്മുടെ ഇഷ്ടവും ഒരേ ലൈനിൽ കൂടെ പോകുമ്പോൾ നാം ജയാളികളായി, നാം കർത്താവിന്റെ യഥാർത്ഥമായ ദൈവ മക്കളായി. അപ്പോൾ ഈ കമ്മ്യൂണിയൻ ദൈവമായിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന ഒരു ഫീലിംഗ് ഉണ്ടാകത്തില്ല. മരണത്തിലും നാം ഏകരല്ല. സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണ് പറയുന്നത്, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. നദികളിൽ കൂടി നീ പോകയില്ലെന്നല്ല, നീ നദികളിൽ കൂടി കടക്കും, നീ വെള്ളത്തിൽ കൂടി കടക്കും. പക്ഷേ ഓർക്കുക, അവിടെ ദൈവത്തിന്റെ ശബ്ദം നമ്മളോട് പറയുന്നു, നീ എനിക്കുള്ളവൻ തന്നെ, നീ എനിക്കുള്ളവൻ തന്നെ. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനാണ്? ഞാൻ നിന്നെ ഈ ലോകത്തിൽ ആക്കിയിരിക്കുന്നത് എന്തിനാണ്? ഞാൻ നിന്റെ കൂടെ നടക്കുവാനാണ്. എൻ്റെ ഇഷ്ടവും നിന്റെ ഇഷ്ടവും അനുരൂപമാക്കി ഒരേ ലൈനിൽ കൊണ്ടുപോകാനുള്ള ഒരു ദൈവ പൈതലായിട്ടാണ് ഞാൻ നിന്നെ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതിപരിശുദ്ധനുമായുള്ള ഈ കമ്മ്യൂണിയനാണ് നോഹയെ നീതിമാൻ ആക്കിയത്. ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഏത് കാലത്തും ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്ന,
ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു ശേഷിപ്പ് ഉണ്ട്. അത് ഇന്നും ഉണ്ട്. നാം ഓർക്കും ആരുമില്ലെന്ന്. എന്നാൽ ബാലിന് മുട്ടുമടക്കാത്ത 7000 ദൈവം ഇന്ന് നമുക്ക് വേണ്ടി ശേഷിപ്പിച്ചിരിക്കുന്നു. ഭക്തിയോടെ വിശുദ്ധിയോടെ ഒറ്റയ്ക്ക് നിന്ന് ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവപ്രമാണത്തിന് വേണ്ടി നിന്ന് കർത്താവിന് വേണ്ടി കർത്താവിനോട് കൂടെ നടക്കുന്ന അനേകർ, നാം അറിയാത്ത അനേകർ ഇന്നും ഈ ഭൂമിയിലുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, 1000 ദൂതന്മാരുമായി 1000 വിശുദ്ധരുമായി കർത്താവ് നമ്മളെ ചേർക്കുവാൻ വരുമ്പോൾ. ഖനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അബ്രഹാം ദൈവത്തോട് കൂടെ നടന്നു. മിസ്രൈമിൽ ഒരു മോശയെ ദൈവം എഴുന്നേൽപ്പിച്ചു. യേശു കർത്താവിന്റെ സമയത്തും നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനുമായി കാത്തിരുന്ന ഒരു ശിമയോൻ ഉണ്ടായിരുന്നു. എബ്രായ ലേഖനകാരൻ അതുകൊണ്ട് നമ്മളോട് ശക്തമായിട്ട് പറയുന്നു, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു. അതുകൊണ്ട് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുവാൻ ഒരു എഫേർട്ട് നമുക്ക് ആവശ്യമാണ്. ആ കർത്താവിന്റെ പരിജ്ഞാന പൂർത്തിയിലേക്ക് വളരുവാൻ വചനത്തിന്റെ ജ്ഞാനം നമ്മൾക്ക് ആവശ്യമാണ്. ഈ അന്ത്യനാളുകളിൽ 2 കൊരിന്ത്യർ 6:1 അതുകൊണ്ടാണ് നാം ഇപ്രകാരം വായിക്കുന്നത്, നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ വൃഥാവായി പോകരുത്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ വായിക്കുന്നു, ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് അതിൽ കലക്കമുണ്ടാക്കുകയും ചെയ്യാതിരിപ്പാൻ ഒരു ഊണിനെ പോലെ ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനും ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവീൻ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി ശക്തിയോടെ നിലനിൽപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ സഹായിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ ആ കുറിവാക്യത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം. എന്നാൽ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നോഹയുടെ വംശാവലി എന്തെന്നാൽ, നോഹ തൻ്റെ തലമുറയിൽ നീതിമാനും വിശ്വസ്തനും ആയിരുന്നു. നോഹ തൻ്റെ തലമുറയിൽ നീതിമാനും നിഷ്കളങ്കനും ആയിരുന്നു. നീതിമാനും നിഷ്കളങ്കനുമായിരുന്നു. അതായിരുന്നു നോഹയുടെ വംശാവലി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മളുടെ ഭവനങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ ഒരു വംശാവലി എഴുതി ചേർക്കുവാൻ എന്നെയും നിങ്ങളെയും കുറിച്ച് ഇടയാകട്ടെ. അതെന്തായിരിക്കണം? ഈ തലമുറയിൽ ഇന്നയാള് നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, പാപമയമായ സംസ്കാരത്തിൽ പാവമേശാത്തെ വിശുദ്ധിയോടെ പ്രമാണത്തിന് വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കുന്ന ആത്മശക്തിയുള്ള വീരന്മാരെ ദൈവമായ കർത്താവ് നമ്മൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കട്ടെ. ഈ രാത്രിയിൽ ഈ കർത്താവിന്റെ വചനം നമ്മളെ അതിനായി ഒരുക്കുമാറാകട്ടെ. ഇത്രത്തോളം ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.